പത്തനംതിട്ട പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ജനമനസ് സംവാദ പരിപാടിയിൽ കൊണ്ടും കൊടുത്തും അടൂരിലെ സ്ഥാനാർത്ഥികൾ. അടൂരിൽ 15 വർഷം ഉണ്ടായ വികസനങ്ങളുടെ തുടർച്ചയാകും മുന്നോട്ടും ഉണ്ടാവുകയെന്ന് LDF സ്ഥാനാർത്ഥി പറഞ്ഞപ്പോൾ ഉടൻ NDA സ്ഥാനാർത്ഥി പന്തളം പ്രതാപന്റെ ചോദ്യം. തൊഴിൽ സംരംഭങ്ങളൊന്നും തുടങ്ങാത്ത മണ്ഡലമാണ് അടൂരെന്നും ലൈഫ് മിഷന്റെ ഫ്ളാറ്റുകൾ ഇതുവരെയും പൂർത്തിയാക്കാനായില്ലെന്നും പ്രതാപൻ ചോദിച്ചു. സ്കൂളുകളുടെ വികസനവും റോഡുകളുടെ നിലവാരം ഉയർന്നതും കൊടുമൺ സ്റ്റേഡിയം യാഥാർത്ഥ്യമായതും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിയുടെ മറുപടി. ഒന്നും ചെയ്യാത്ത 15 വർഷമാണ് കടന്നുപോയതെന്നും പന്തളം പ്രതാപൻ ആരോപിച്ചു. പന്തളം ബൈപ്പാസും പന്തളം ഫയർ സ്റ്റേഷനും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിപ്പോയെന്നായിരുന്നു പരിഹാസം. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും താൻ അടൂരുകാരനാണെന്ന വിശദീകരണത്തോടെയാണ് UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാർ പറഞ്ഞു തുടങ്ങിയത്. അടൂരിനെ പിറകോട്ടടിച്ച LDFനെതിരെ ശക്തമായ ജനവിധി ഉയരുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രജി ശശിധരൻ എന്ന പേര് പ്രജീകരണനായി മാറിയത് എങ്ങനെയെന്നും പേരിനെ ചൊല്ലിയുണ്ടായ വിവാദങ്ങൾ ഗുണം ചെയ്തെന്നും പ്രജി വിവരിച്ചു. വിവാദം ഒരു തരത്തിൽ ഗുണമായെന്നും അതിനാൽ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തൽ ആവശ്യമായില്ലെന്നും പ്രജി പറഞ്ഞു. ശബരിമല ചർച്ചാ വിഷയമായില്ലെന്നും പറഞ്ഞ റാന്നിയിലെ NDA സ്ഥാനാർത്ഥിയുടെ അഭിപ്രായമാണോ ജില്ലയിലെ മറ്റ് NDA സ്ഥാനാർത്ഥികൾക്കുമെന്ന ചോദ്യത്തെ നേരിടാൻ പന്തളം പ്രതാപൻ തയ്യാറായിരുന്നു. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നത് NDAയുടെ സ്വപ്നമാണ്. NDAയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളല്ല മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ് പ്രധാനമെന്നും അദ്ദേഹം വിവരിച്ചു. അടൂരിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട ബാബു ദിവാകരനും ആ വിഷയവും കോൺഗ്രസിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് CV ശാന്തകുമാറും പറഞ്ഞു. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് സ്ഥാനാർത്ഥികൾ പ്രതികരിച്ചില്ല. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Pure natural spices, no colors, no preservatives. New Day spices from Kerala to your kitchen. This is not just Indian taste. It's New Day spices from Kerala for the whole world to enjoy. New Day spices.